അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിലിൽ എത്തി. മതപരവും ആത്മീയവുമായ ഒട്ടേറെ നേട്ടങ്ങൾ നോമ്പ് കൊണ്ട് നമുക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ ആരോഗ്യപരവുമായ നിരവധി നേട്ടങ്ങളും നമുക്ക് ലഭിക്കുന്നു. എന്നാൽ നമ്മൾ ഈ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രീതിയും പാരത്രിക മോക്ഷവും മാത്രമായിരിക്കണം നോമ്പ് കൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് സ്വീകാര്യമായി തീരുകയുള്ളൂ. ഇങ്ങനെ നാം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ സാമൂഹികവും ആരോഗ്യപരവുമായ ഒട്ടേറെ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആർക്കെല്ലാമാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയുള്ള എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും റമളാൻ നോമ്പ് നിർബന്ധമാണ്. എന്നാൽ ചിലർക്കെല്ലാം ചില ഇളവുകൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. നമ്മെ വിഷമിപ്പിക്കാനോ നമുക്ക് സാധിക്കാത്തത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാനോ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മുടെ സൗകര്യമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം ചിലർക്ക് ചില ഇളവുകൾ അനുവദിച്ചിട്ടുള്ളത്. രോഗിയോ യാത്രക്കാരനോ ഹൈല്, നിഫാസ് എന്നിവയുള്ള സ്ത്രീകളോ റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. എന്നാൽ എത്ര നോമ്പാണോ നഷ്ടമായത് അത്രയും എണ്ണം മറ്റു ദിവസങ്ങളിൽ നോറ്റുവീട്ടിയാൽ മതി. ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ മറ്റു ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട അത്രയും എണ്ണം പൂർത്തിയാക്കേണ്ടതാകുന്നു. അള്ളാഹു നിങ്ങൾക്ക് സൗകര്യത്തെയാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കണം എന്ന് അവൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഖുർആൻ പറയുന്നു. നോമ്പിൻ്റെ ഫർളുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നോമ്പിന് 2 ഫർളാണുള്ളത്. ഒന്ന് നിയ്യത്ത്. അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പ് ഞാൻ നോറ്റുവീട്ടുന്നു എന്ന് കരുതുക. ഇതാണ് നോമ്പിൻ്റെ നിയ്യത്ത്. നിയ്യത്ത് ഉണ്ടാകേണ്ടത് മനസ്സിലാണ്. നാവുകൊണ്ട് അത് പറയൽ കുറച്ചുകൂടി നല്ലതാണെന്ന് മാത്രം. മനസ്സിൽ നിയ്യത്തില്ലാതെ നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പ്രയോജനവുമില്ല. ഇസ്ലാമിൽ ഏതൊരു കർമ്മവും നിയ്യത്തുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നോമ്പിൻ്റെ 2ാമത്തെ ഫർളാണ് നോമ്പിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത്. നോമ്പ് നോറ്റാൽ ഉമിനീർ ഇറക്കിയാൽ നോമ്പ് മുറിഞ്ഞു പോകും എന്ന് ചിലർക്ക് ധാരണയുണ്ട്. അവർ എല്ലായ്പ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഇത് ശരിയല്ല. ഉമിനീർ ഇറക്കിയത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇനി പറയാൻ പോകുന്നത് നോമ്പിൻ്റെ സുന്നത്തുകളാണ്. നോമ്പിന് സുന്നത്തായ ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും അത് അനുയായികളോട് അനുഷ്ഠിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത കാര്യങ്ങളാണവ. ഇവ നമ്മുടെ നോമ്പിനെ പൂർണ്ണമാക്കുകയും വ്രതാനുഷ്ഠാനത്തിൽ വന്നിരിക്കാവുന്ന വീഴ്ചകൾ പരിഹരിക്കുകയും ചെയ്യുന്നു. അത്തരം സുന്നത്തായ കാര്യങ്ങളിൽ ഒന്നാണ് അത്താഴം കഴിക്കുക എന്നത്. അത്താഴം കഴിയുന്നതും പിന്തിക്കുന്നതാണ് സുന്നത്തെന്നും ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അത്താഴം കഴിക്കുക എന്നാൽ വയറു നിറയെ ഭക്ഷണം കഴിക്കുക എന്നർത്ഥമില്ല. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായി അല്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, അതാണ് അത്താഴം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പ് തുറക്കേണ്ട സമയമായാൽ ഉടനെ നോമ്പ് തുറക്കുക, അതാണ് മറ്റൊരു സുന്നത്ത്. നോമ്പ് തുറക്കുന്നത് കാരക്ക കൊണ്ടോ കാരക്കയില്ലെങ്കിൽ വെള്ളം കൊണ്ടോ ആയിരിക്കുക. നോമ്പ് തുറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. നോമ്പ് തുറന്നതിന് ശേഷം അല്ലാഹുമ്മ ലക സുംതു വ അലാ റിസ്ഖിക അഫ്തർതു, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, നിന്റെ ആഹാരത്തിന്മേൽ നോമ്പ് തുറക്കുകയും ചെയ്തു എന്ന് പറയുക. വലിയ അശുദ്ധിയുള്ള നോമ്പുകാരൻ ഫജ്റിന് മുമ്പേ കുളിക്കുക, റമളാനിൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയും സുന്നത്താണ്. റമളാൻ മാസത്തിൽ ഖുർആൻ പാരായണത്തിനും മറ്റു ആരാധനാ കർമ്മങ്ങൾക്കും അതിയായ പ്രാധാന്യമുണ്ട്. തറാവീഹ് നിസ്കാരം അതിപ്രധാനമായ ഒരു സുന്നത്ത് നിസ്കാരമാണ്.
റമദാനിലെ എല്ലാ രാവുകളിലും തറാവിഹ് നിസ്കരിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നാം അധികരിപ്പിക്കുകയും ചെയ്യുക. ഖുർആൻ പാരായണത്തോടൊപ്പം ദിക്റുകളും ധാരാളമായി ചൊല്ലുക. അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് സകാത്തുകൾ എത്തിച്ചു കൊടുക്കുക. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത്. വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതു കൈ അറിയാത്ത രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ശീലിക്കുക. ഈ വരുന്ന റമദാനിൽ നമുക്കേവർക്കും നോമ്പ് അനുഷ്ഠിക്കാനും നിസ്കാരങ്ങൾ അധികരിപ്പിക്കാനും ദിക്റുകളും ദാനധർമ്മങ്ങളും വർദ്ധിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.